ഹലോ സ്റ്റുഡൻസ്, കേരള സിലബസിലെ 10ാം ക്ലാസ്സിലെ ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന ചാപ്റ്ററാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഇവിടെ ഇൻട്രൊഡക്ഷനായി നമുക്കൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇലക്ട്രിക് കറണ്ട് ഉപയോഗിച്ച് നമ്മൾ ഡിഫറൻറ്റ് അപ്ലയൻസസ് റൺ ചെയ്യാണ്. ഇൻഡക്ഷൻ കുക്കറുണ്ട്, ഇലക്ട്രിക് അവനുണ്ട്, മിക്സർ, മൈക്രോവേവ് അവൻ, ഇതൊക്കെ തന്നെ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് റൺ ചെയ്യുന്ന ഡിവൈസസ് ആണ്. അപ്പോൾ ഓരോ ഡിവൈസിലും ഇലക്ട്രിക്കൽ എനർജി വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു എനർജിയായി കൺവേർട്ട് ചെയ്യുന്നുണ്ട്. All the devices here work using electric current. How do they give different forms of energy? Different forms of energy നമുക്ക് കിട്ടുന്നത് എങ്ങനെയെന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇവിടെ കുറച്ച് ഇലക്ട്രിക്കൽ ഡിവൈസസ് കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രിക് ബൾബ്, ഇലക്ട്രിക് ഫാൻ. നമ്മുടെ വീട്ടിൽ സാധാരണ ഉപയോഗിക്കുന്ന 2 ഡിവൈസസ് ആണ്. അപ്പോൾ ഇലക്ട്രിക് ബൾബിൽ ഇലക്ട്രിക്കൽ എനർജിയാണ്, കറണ്ടാണ് ഉപയോഗിക്കുന്നത്. കറണ്ട് ഉപയോഗിച്ച് ബൾബ് ഗ്ലോ ചെയ്യുന്നു. അപ്പോൾ ലൈറ്റ് എനർജി ഉണ്ടാവുന്നു. അതേസമയം ബൾബ് തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ചൂട് അനുഭവപ്പെടും, ഹീറ്റ് എനർജിയും ഉണ്ടാവുന്നു. ലൈറ്റ് എനർജിയും ഹീറ്റ് എനർജിയും ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഇലക്ട്രിക് ഫാൻ ആണെങ്കിൽ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് ഫാൻ കറങ്ങുകയാണ് ചെയ്യുന്നത്. ഫാൻ കറങ്ങിയാണ് നമുക്ക് കാറ്റ് കിട്ടുന്നത്. അപ്പോൾ അവിടെ കൈനറ്റിക് എനർജി അല്ലെങ്കിൽ മെക്കാനിക്കൽ എനർജി ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. നമുക്ക് വീട്ടിലുള്ള വേറെയും ഡിവൈസസ് വേണമെങ്കിൽ എക്സാമ്പിളായിട്ട് കൊടുക്കാം. അതായത് ഹീറ്ററുകളുണ്ട്. നമ്മുടെ വീട്ടിലാണെങ്കിൽ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഹീറ്ററുകൾ അല്ലേ. വെള്ളം ചൂടാക്കാനായി നമുക്ക് ഹീറ്റർ ഉപയോഗിക്കാം. നമുക്ക് അയൺ ചെയ്യാനായി അയൺ ബോക്സ് ഉപയോഗിക്കാം. വാഷിംഗ് മെഷീൻ ഉണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ഡിവൈസസിൽ എന്ത് സംഭവിക്കുന്നു? ഇലക്ട്രിക്കൽ എനർജി വേറൊരു ഫോം ഓഫ് എനർജിയായി കൺവേർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇലക്ട്രിക് ഹീറ്റർ, കെറ്റിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് ചൂടാവുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഹീറ്റ് എനർജി. അതേസമയം വാഷിംഗ് മെഷീൻ ആണെങ്കിൽ ഞാൻ പറഞ്ഞു അതിങ്ങനെ കറങ്ങി അല്ലേ, മിക്സി അതിലൊക്കെ അതിൻ്റെ ബ്ലേഡുകൾ കറങ്ങിയാണ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്താണ്? മെക്കാനിക്കൽ എനർജി അല്ലെങ്കിൽ കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി ഇവിടെ നോക്കിയേ, യൂസ് എന്താണെന്ന് എഴുതാനുണ്ട്. ഡിവൈസസ് കൊടുത്തിട്ടുണ്ട്, യൂസ് എന്താണെന്ന് നമ്മൾ എഴുതണം. അതുപോലെ ഏത് എനർജി ആയിട്ടാണ് മാറുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇലക്ട്രിക് ബൾബ് എന്തിനാണ്? ടു ഗെറ്റ് ലൈറ്റ് അല്ലേ, നമുക്ക് പ്രകാശം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ബൾബ് സാധാരണ ഉപയോഗിക്കുന്നത്. ഹീറ്റും കൂടി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇലക്ട്രിക് ബൾബ് അവിടെ എന്താണ്? ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു വിച്ച് ആർ ദ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് എനർജി? അവിടെ ലൈറ്റ് എനർജി അല്ലേ, ലൈറ്റ് ആൻഡ് ഹീറ്റ് ആയിട്ടാണ് ചേഞ്ച് വരുന്നത് ഇവിടെ ഇലക്ട്രിക് ബൾബിൻ്റെ കേസിൽ. ഇൻഡക്ഷൻ കുക്കർ ആണെങ്കിലോ ഇവിടെ എഴുതിയിട്ടുണ്ട് ഹീറ്റാണ്. അപ്പോൾ ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഹീറ്റ്. സ്റ്റോറേജ് ബാറ്ററി വൈൽ ചാർജിങ്, അതായത് നമ്മളിപ്പം റീചാർജ് ചെയ്യാൻ പറ്റുന്ന ബാറ്ററികൾ, അതായത് നമ്മുടെ ഫോണിൻ്റെയൊക്കെ പോലെയുള്ള ബാറ്ററി, എമർജൻസി അതിൻ്റെയൊക്കെ ബാറ്ററി നമ്മൾ വീണ്ടും പ്ലഗ് ഇൻ ചെയ്ത് വീണ്ടും ചാർജ് ചെയ്ത് ഉപയോഗിക്കുന്നുണ്ടല്ലോ. അപ്പോൾ റീചാർജബിൾ ബാറ്ററീസിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഇലക്ട്രിക്കൽ എനർജി, കറണ്ട് ഉപയോഗിച്ച് നമ്മൾ ആ ബാറ്ററിയെ ചാർജ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഒരു ബാറ്ററിയുടെ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കെമിക്കൽ എനർജിയാണ് കേട്ടോ. ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജി ആയിട്ടാണ് അവിടെ കൺവേർട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ ആ ബാറ്ററി ഉപയോഗിച്ച് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ എന്താണ്? ബാറ്ററിയുടെ കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജിയോ വേറെ എന്തെങ്കിലും ഫോംസ് ഓഫ് എനർജി ആയിട്ടോ വീണ്ടും മാറും കേട്ടോ. ഇനി മിക്സിയുടെ കേസിലാണെങ്കിൽ ഞാൻ പറഞ്ഞു മെക്കാനിക്കൽ എനർജി അല്ലെങ്കിൽ കൈനറ്റിക് എനർജി ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. എല്ലാ കേസിലും ഇലക്ട്രിക്കൽ എനർജി ആണല്ലോ. ഇനി വേറെ നിങ്ങൾക്ക് കെറ്റിൽ എഴുതാം, അയൺ ബോക്സ് എഴുതാം. കെറ്റിലായാലും അയൺ ബോക്സ് ആയാലും, കെറ്റിൽ നമ്മൾ വെള്ളം ചൂടാക്കാനായിട്ട് ഉപയോഗിക്കുന്നു. അതിനകത്ത് ഹീറ്റിംഗ് കോയിലാണുള്ളത്. അവിടെ എന്താണ്?
electrical energy is converted into heat. Okay, then here it is given that it is clear from the table that electrical energy can be transformed into different forms of energy. Electrical energy നമുക്ക് നമ്മുടെ റിക്വയർമെൻറ്റിനനുസരിച്ച് വേറെ ഫോംസ് ഓഫ് എനർജിയായി കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി അല്ലേ. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പ്രകാരം എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്, അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. അപ്പോൾ നമുക്ക് ഇലക്ട്രിക്കൽ എനർജി എവിടെയും നശിച്ചു പോകാനോ ഒന്നും സാധ്യമല്ല. എന്താണ്, അതിനെ വേറൊരു ഫോമിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പറയുന്നത്. ഓക്കെ, ദെൻ ഓക്കെ ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്, ദാറ്റ് ഈസ് അവർ മേജർ ടോപ്പിക് അല്ലേ. അതാണ് നമ്മുടെ പ്രധാനമായ ടോപ്പിക്ക്, ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇലക്ട്രിസിറ്റി ഒരുപാട് സമയം ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഒരു വയറിലേക്കൂടി അല്ലെങ്കിൽ ഒരു കണ്ടക്ടറിലേക്കൂടി, നമ്മുടെ എല്ലാ ഡിവൈസസും ഇതുപോലുള്ള വയറുകളും കണ്ടക്ടറുകളും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്കൂടെ കറണ്ട് ഒരുപാട് നേരം ഫ്ലോ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം, ഫോൺ ഇപ്പം നമ്മൾ ഒരുപാട് സമയം ഉപയോഗിക്കുകയാണെങ്കിൽ ഫോൺ നമുക്ക് ചൂടാവുന്നത് നമ്മൾ അനുഭവിച്ചറിയുന്നതാണല്ലേ. അതേപോലെ മിക്സിയിൽ കുറേ നേരം അരക്കുകയാണെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കോ, അതിൻ്റെ പുറത്ത് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് ചൂടാകുന്നുണ്ട്. അതുപോലെ ഏതൊരു ഇലക്ട്രോണിക് ഡിവൈസ് എടുത്തു കഴിഞ്ഞാലും ചെറിയതായ രീതിയിലെങ്കിലും അത് ചൂടാവുന്നുണ്ടാവും. അപ്പോൾ അതാണ് ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. നമുക്ക് ഈ ഹീറ്റിംഗ് ഇഫക്റ്റിനെ പ്രാക്ടിക്കലി നമ്മുടെ ഉപയോഗത്തിന് വേണ്ടി നമുക്ക് ആപ്ലിക്കേഷൻ ലെവലിൽ ഡിവൈസസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അതായത് ഈ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിവൈസസിലെ ഹീറ്റ് എനർജി നമ്മൾ വെറുതെ കളയാതെ അത് എന്തെങ്കിലും ഉപയോഗത്തിന് അല്ലെങ്കിൽ അത് യൂട്ടിലൈസ് ചെയ്യുക. അതായത് നമ്മളിപ്പോൾ ഒരു കറണ്ട് പാസ് ചെയ്യുന്നു, ഒരു കമ്പി അല്ലെങ്കിൽ വയറ് നന്നായി ചൂടാവുന്നു, ആ വയറ് ഉപയോഗിച്ച് നമ്മളൊരു ഇലക്ട്രിക് അയൺ ഉണ്ടാക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇലക്ട്രിക് അയണിനകത്ത് ഇതുപോലെ കുറേ നല്ലോണം ചൂടാവുന്ന വയറുകളാണുള്ളത്. അപ്പോൾ ആ ചൂട് ഉപയോഗിച്ച് നമുക്ക് അയൺ ചെയ്യാൻ വേണ്ടി പറ്റും, വെള്ളം ചൂടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ നമുക്ക് ആപ്ലിക്കേഷൻ ലെവലിൽ ഹീറ്റിംഗ് എഫക്റ്റിനെ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ഹൗ ഡസ് ഇലക്ട്രിക് എനർജി ചേഞ്ച് ഇൻ ടു ഹീറ്റ് എനർജി ഇൻ സച്ച് ഡിവൈസസ്? അതായത് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിവൈസസിൽ എങ്ങനെയാണ് ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജി ആയിട്ട് മാറുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആ എക്സ്പെരിമെൻറ്റിനായി നമ്മളൊരു നിക്രോം വയർ എടുക്കുന്നു. നിക്രോം വയറിനെ നമ്മളൊരു ബാറ്ററിയായി കണക്ട് ചെയ്യുന്നു. 6 വോൾട്ട് ബാറ്ററിയായി നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഫിഗറിൽ നിങ്ങൾക്ക് കാണാം, സെയിം വയറാണ്. വയറിന് ക്രോസായി നമ്മൾ വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്, സീരീസായി അമ്മീറ്ററും കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെപ്പോഴും വോൾട്ട് മീറ്റർ ഏത് ഡിവൈസിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണോ മെഷർ ചെയ്യേണ്ടത് അതിന് ക്രോസായിട്ടാണ് കളക്ട് ചെയ്യുന്നത്. അതേപോലെ അമ്മീറ്റർ ഏത് സർക്യൂട്ടിലെ കറണ്ടാണോ മെഷർ ചെയ്യുന്നത് അതിന് സീരീസ് ആയിട്ടായിരിക്കും അമ്മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, നമ്മൾ എന്താണ് ചെയ്യുന്നത്, വി ക്യാൻ മെഷർ ദ വോൾട്ടേജ് ബിറ്റ്വീൻ ദ എൻഡ്സ് ഓഫ് ദ റെസിസ്റ്റർ ആർ യൂസിങ് എ വോൾട്ട് മീറ്റർ വി ആൻഡ് ദ കറണ്ട് ത്രൂ ഇറ്റ് യൂസിങ് എൻ അമ്മീറ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ അമ്മീറ്റർ റീഡിങ്ങും വോൾട്ട് മീറ്റർ റീഡിങ്ങും മെഷർ ചെയ്യാൻ പോവാണ്. വോൾട്ട് മീറ്റർ റീഡിങ് ആൻഡ് അമ്മീറ്റർ റീഡിങ്. ഓക്കെ, ദെൻ കറണ്ടിനുള്ള എക്സ്പ്രഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇലക്ട്രിക് കറണ്ട് I ഈസ് ഈക്വൽ ടു Q/T. എന്താണ് ഈ Q/T? Q/T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജ്. കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ ആണ്, അല്ലെങ്കിൽ ചാർജസിൻ്റെ ഫ്ലോ ആണ്. അതിനെയാണ് നമ്മൾ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. ഇലക്ട്രിക് കറണ്ടിനെ നമുക്ക് ഒരു സെക്കൻഡിൽ എത്ര ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നു
അപ്പോൾ ആ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് ആക്ച്വലി എന്ത് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. ഒരു സർഫസിലേക്ക് കൂടി ഒരു സെക്കൻഡിൽ എത്ര ഇലക്ട്രോൺസ് പാസ് ചെയ്ത് പോകുന്നുണ്ട്, അതാണ് ഇലക്ട്രിക് കറണ്ട്. ക്യൂ റെപ്രസെൻ്റ് ചെയ്യുന്നത് ടോട്ടൽ ചാർജിനെയാണ്, ക്യാപിറ്റൽ I റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇലക്ട്രിക് കറണ്ടിനെയാണ്. ഇലക്ട്രിക് ചാർജിൻ്റെ യൂണിറ്റാണ് കൂളം. ഇലക്ട്രിക് ചാർജിൻ്റെ യൂണിറ്റാണ് കൂളം. ഇനി the potential difference between 2 points will be 1 volt if 1 joule of work is done in moving 1 coulomb of charge from one point to another. അപ്പോൾ നമുക്കറിയാം ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജസിൻ്റെ ഫ്ലോ ആണല്ലേ. ഒരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തേക്ക് ഇലക്ട്രിക് ചാർജസ് ഫ്ലോ ചെയ്യുന്നതാണ് ഇലക്ട്രിക് കറണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ഒരു വയർ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നില്ല, അതിൽ കറണ്ട് ഉണ്ടാകുന്നില്ല, നമുക്ക് തൊട്ടാൽ ഷോക്ക് അടിക്കുന്നുമില്ല. നമ്മൾ ഈ വയറിനെ എപ്പോഴാണോ ഒരു ബാറ്ററിയുമായി കണക്റ്റ് ചെയ്യുന്നത് ആ സമയം മുതൽ എന്ത് സംഭവിക്കും, കറണ്ട് ഫ്ലോ ചെയ്യും അല്ലേ. എന്തുകൊണ്ടാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്? നിർബന്ധമായി ആരോ ഇലക്ട്രോൺസിനെ ഇങ്ങോട്ട് പിടിച്ചു വലിക്കുന്നത് കൊണ്ടാണ് ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അതായത് ഇവിടെയൊക്കെ ഇരിക്കുന്ന ഇലക്ട്രോൺസിനെ ആരോ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് തള്ളി മാറ്റുന്നുണ്ട്, ഇലക്ട്രോൺസിനെ മൂവ് ചെയ്യിക്കുന്നുണ്ട് എന്നർത്ഥം. അപ്പോൾ ഇലക്ട്രോൺസിനെ ഒരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വർക്ക് ചെയ്യണം അല്ലേ. നമ്മൾ എന്ത് ചെയ്യണം, വർക്ക് ചെയ്യണം. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് ചാർജിനെ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുവരാൻ എത്ര വർക്ക് ചെയ്യണം, അതാണ് നമ്മൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായ വർക്ക്, അല്ലെങ്കിൽ ദ വർക്ക് റിക്വയർഡ് ടു ബ്രിങ് എ യൂണിറ്റ് ചാർജ് ഫ്രം വൺ പോയിന്റ് ടു അനദർ, അതിനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. വർക്ക് ഡൺ ആണ് ആക്ച്വലി പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇറ്റ് വിൽ ബി 1 വോൾട്ട് അല്ലേ. പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ യൂണിറ്റ് വോൾട്ടാണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എപ്പോഴാണ് 1 ആവുക, അതായത് ഈ LHS എപ്പോഴാണ് 1 ആവുക, വെൻ വർക്ക് ഡൺ ഈസ് 1 ജൂൾ ആൻഡ് ഇഫ് വി ബ്രിങ് 1 കൂളംബ് ഓഫ് ചാർജ് അല്ലേ. നമ്മൾ 1 കൂളംബ് ഓഫ് ചാർജിനെ 1 ജൂൾ വർക്ക് ഉപയോഗിച്ച് കൊണ്ടുവരുവാണെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ്, 1 വോൾട്ടാണ്. V ഈസ് ഈക്വൽ ടു W/Q. W1 Q1 ആണെങ്കിൽ V ഓൾസോ വിൽ ബി ഈക്വൽ ടു 1 വോൾട്ട്. ഓക്കെ, ഈ ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. കൂടുതൽ ക്ലാസ്സുകൾ വേണമെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.